വെൽക്കം ടു മൈ ചാനൽ. ഐ ആം സ്നേഹ. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എങ്ങനെ നമുക്ക് ലൈറ്റ് ഷെയ്ഡ്സ് ഡസ്കി ഗേൾസിന് മാച്ച് ആക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ പല ആളുകൾക്കും ലൈറ്റ് ഷെയ്ഡ്സ് ഭയങ്കര ഇഷ്ടമായിരിക്കും, അല്ലെങ്കിൽ ന്യൂഡായിട്ടുള്ള പിങ്ക് കളേഴ്സ് ഒക്കെ ഭയങ്കര രസമല്ലേ നമ്മളിപ്പോൾ ഈ ഫെയർ സ്കിൻ ടോണിലൊക്കെ അപ്ലൈ ചെയ്ത് കാണുമ്പോൾ. പക്ഷെ നമ്മളെപ്പോലുള്ള ഡസ്കി ഗേൾസിന് അത് അപ്ലൈ ചെയ്യുമ്പോൾ എന്തോ ഒരു ആഫ്രിക്കൻ ലുക്കാണ്, അല്ലെങ്കിൽ ഭയങ്കര വാഷ് ഔട്ട് ആയ രീതിക്കായിരിക്കും നമുക്കിരിക്കുന്നത്. ചുണ്ടെന്തോ ഭയങ്കര പ്ലംബായ രീതിക്ക്. അങ്ങനെയൊക്കെയാണ് നമുക്ക് ലൈറ്റ് ഷെയ്ഡ്സ് അല്ലെങ്കിൽ ന്യൂഡായിട്ടുള്ള കളേഴ്സ് ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അവസ്ഥ എന്ന് പറയുന്നത്. പക്ഷെ നമുക്കും ഇനി ഏത് ഷെയ്ഡ്സും അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ നമുക്കും ഏത് ഷെയ്ഡില അല്ലെങ്കിൽ ലൈറ്റ് ഷെയ്ഡിലുള്ള ഏത് ലിപ്സ്റ്റിക്കും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ള ഒരു ട്രിക്ക് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ ഇതിന് മെയിൻ ആയിട്ട് വേണ്ട എന്താണെന്ന് വെച്ചാൽ ലിപ് ലൈനർ ആണ്. അപ്പൊ അത് ഏത് ലിപ് ലൈനർ ആണെന്നൊക്കെ ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പൊ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ലിപ് ലൈനർ എന്ന് പറയുന്നത്. അപ്പൊ ഇത് സ്വിസ് ബ്യൂട്ടീന്റെ ഡാർക്ക് ചോക്ലേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. അപ്പൊ ഈ ഒരു ലിപ്സ്റ്റിക് ഉണ്ടെങ്കിൽ നമുക്ക് മിക്ക ലൈറ്റ് ഷെയ്ഡ്സും നമുക്ക് മാച്ച് ആക്കാൻ വേണ്ടി പറ്റും. അപ്പൊ അതിന്റെ ഡെമോ ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാനിവിടെ ഫസ്റ്റ് എടുത്തിരിക്കുന്നത് ഇൻസൈറ്റിൻ്റെ മാറ്റ് ലിപ് ഇങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ മറന്നുപോയി, ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം. അപ്പോൾ ആദ്യം ഞാൻ ലിപ് ലൈനർ ഒന്നും ഇല്ലാതെ ഈ ലിപ്സ്റ്റിക്ക് മാത്രം ഞാൻ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. എൻ്റെ ലിപ്പിലാണെങ്കിൽ ഓൾറെഡി ഒരു ബ്രൗൺ ബോർഡർ പോലെ ഉണ്ട്, എന്നാലും നിങ്ങൾക്കിത് മനസ്സിലാവും അത്രയും വാഷ് ഔട്ട് ആയിട്ടാണ് ഇരിക്കുന്നത്. ഒട്ടും ചേരുന്നില്ല കേട്ടോ ഈ ഒരു ഷെയ്ഡെന്ന് പറയുന്നത്. ഇനി നമുക്ക് ലിപ് ലൈനർ ഇട്ടിട്ട് ഈ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടാവും നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ലിപ് ലൈനർ നന്നായിട്ട് വരച്ചു കൊടുക്കാം. നല്ല കട്ടിയിൽ തന്നെ വരച്ചു കൊടുക്കാൻ നോക്കാം കേട്ടോ. പിന്നെ ഞാൻ മേക്കപ്പിൽ അത്ര എക്സ്പേർട്ടൊന്നും അല്ല, അപ്പോൾ അതിൻ്റേതായ കുറ്റങ്ങളും കുറവുകളൊക്കെ ക്ഷമിക്കുക. അങ്ങനെ ലിപ് ലൈനർ എല്ലായിടത്തും വരച്ച് കൊടുത്തതിന് ശേഷം കൈ വെച്ചതിനെ ഒന്ന് സ്മഡ് ചെയ്ത് കൊടുക്കുക, അത്യാവശ്യം ഒന്ന് ബ്ലെൻഡാക്കി കിട്ടാനാണ്. പിന്നെ അതിന് ശേഷം നമ്മുടെ ഈ ഇൻസൈറ്റിൻ്റെ ലിപ്സ്റ്റിക്ക് എടുത്തിട്ട് ഒന്ന് സെൻറ്ററിൽ അപ്ലൈ ചെയ്തിട്ട് രണ്ടും കൂടെ നല്ലോണം ഒന്ന് ബ്ലെൻഡാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് കൈ വെച്ച് രണ്ടും കൂടെ നല്ല രീതിക്ക്, ഇത് ലൈനറും ലിപ്സ്റ്റിക്കും മാച്ച് ആവുന്ന രീതിക്ക് നല്ലപോലെ ഒന്ന് ബ്ലെൻഡാക്കി കൊടുക്കുക. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ലാസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത്. ഡസ്കി ഗേൾസിനൊക്കെ ഭയങ്കര ന്യൂഡായിട്ട് അല്ലെങ്കിൽ ഒരു കാഷ്വൽ ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഈ ഒരു ലൈനർ ലിപ്സ്റ്റിക്ക് ഞാൻ ശരിക്കും യൂട്യൂബിൽ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കിയതാണ്, പക്ഷേ അടിപൊളിയായിട്ട് വർക്കായിട്ടുണ്ട്. നല്ല ഷെയ്ഡാട്ടോ, ഭയങ്കര ന്യൂഡായിട്ടുള്ള. അടുത്തത് ഞാൻ വന്നിട്ട് എടുക്കുന്നത് ഇൻസൈറ്റിൻ്റെ തന്നെ നോൺ ട്രാൻസ്ഫർ ലിപ് കളറാണ്. അതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് 25 മോൾട്ടൺ പിങ്ക് ആണ് കേട്ടോ. ഇതും വന്നിട്ട് എനിക്ക് ഒട്ടും ചേരാത്തൊരു ഷെയ്ഡാണ്, ഭയങ്കര ഒരു പിങ്കിഷ് ഷെയ്ഡ്, ഭയങ്കര വാഷ് ഔട്ട് ആയിട്ടുള്ള ലുക്കാണ് കേട്ടോ ഈ ഒരു ലിപ്സ്റ്റിക്കും തരുന്നത്. ഇനി നമുക്കിത് ലിപ് ലൈനറിൻ്റെ കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാവും നോക്കാം. കാരണം ലിപ്സ്റ്റിക്ക് മാത്രം അപ്ലൈ ചെയ്തപ്പോൾ ഭയങ്കര ബോറായിരുന്നു, ഒരു ഭയങ്കര പിങ്ക് കളറ്. പിന്നെ ഈ ലിപ് ലൈനർ നന്നായി അത്യാവശ്യം നല്ല കട്ടിക്ക് തന്നെ വരയ്ക്കാൻ വേണ്ടി നോക്കുക കേട്ടോ. പിന്നെ അതിനുശേഷം നമ്മുടെ ലിപ്സ്റ്റിക്ക് എടുത്തിട്ട് ഇങ്ങനെ സെൻറ്ററിലും എല്ലായിടത്തും അപ്ലൈ ചെയ്യുക. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ബ്ലെൻഡാക്കി എടുക്കുക. രണ്ടും കൂടെ കൈ വെച്ച് തന്നെ മറ്റേ ലിപ്സ്റ്റിക്ക് ആക്കിയ പോലെ കൈ വെച്ചിട്ട് ലൈനറും ലിപ്സ്റ്റിക്കും നല്ല രീതിക്ക് തന്നെ മാച്ച് ആവുന്ന രീതിക്ക് ഒന്ന് ബ്ലെൻഡാക്കി കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? നല്ല രസമല്ലേ? അപ്പോൾ ആ ഒരു വാഷ് ഔട്ട് ആയിട്ടുള്ള ലുക്കൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇതൊരു നല്ലൊരു ബ്രൗൺ അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് കളർ ലിപ് ലൈനർ ആയതുകൊണ്ട് തന്നെ എനിക്കിത് ന്യൂഡായിട്ടുള്ള ഷെയ്ഡ്സിനേക്കാളും കൂടുതൽ ഇഷ്ടം നല്ല റെഡ് കളർ ഷെയ്ഡിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. കാരണം ഈ ഒരു ബ്രൗണും റെഡും കൂടെ തമ്മിലുള്ളൊരു പെയർ നമുക്ക് നല്ലൊരു ബോൾഡായിട്ടുള്ളൊരു ലുക്ക് തരും. കാരണം അത്യാവശ്യം നല്ല അടിപൊളി ലുക്കാട്ടോ, നല്ല രസമാണ് കാണാൻ. അപ്പോൾ നമ്മൾ ഈ ഒരു ലിപ് ലൈനർ റെഡ് ഷെയ്ഡിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ഇരിക്കും. അപ്പോൾ ഇത് വന്നിട്ട് ഇൻസൈറ്റിൻ്റെ ലിപ്സ്റ്റിക് ആട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ലിപ്സ്റ്റിക്ക് ലിപ് ലൈനറിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ താഴെ ടാഗ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ അതിൽ നിന്ന് ലിങ്കിൽ കയറിയിട്ട് മേടിക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ മറക്കരുത്. സീ യു നെക്സ്റ്റ് വീഡിയോ.